ഈ വീഡിയോ നമ്മൾ സീബ്ര ബ്ലൈൻസിൻ്റെ കാര്യങ്ങളെ പറ്റിയാണ്. ഞങ്ങൾ സീബ്ര ബ്ലൈൻസ് ഫിക്സ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ, സീബ്ര ബ്ലൈൻസ് എന്താണെന്നുള്ള കാര്യങ്ങൾ, സീബ്ര ബ്ലൈൻസിൻ്റെ റേറ്റ് കാര്യങ്ങൾ വരുന്നത്, ഏതൊക്കെ ടൈപ്പ് അവൈലബിൾ ആണ്. ഒരു ക്ലയൻറ്റ് നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ ക്ലയൻറ്റിനെ എനിക്ക് ബ്ലൈൻഡ്സ് ഫിക്സ് ചെയ്യുന്ന ജോബാണല്ലോ, അതറിയായിരിക്കും. എനിക്ക് സീബ്ര ബ്ലൈൻഡ്സ്, വാൾപേപ്പർ, കർട്ടൻസ്, അങ്ങനെ ഹോം സ്റ്റൈലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും അത് പോയി ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ്. എൻ്റെ കമ്പനിയുടെ പേര് കവർ സൺ മനസ്സിലായല്ലോ, അതുകൊണ്ട് അതേ ജോബ് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതിനെ പറ്റിയിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്ന സർവീസസിനെയൊക്കെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സീബ്ര ബ്ലൈൻഡ്സിനെ പറ്റിയിട്ട് നിങ്ങളിപ്പോൾ ഒരു പുതിയ വീഡിയോ ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ പഴയ കർട്ടൻ മാറ്റാൻ ഉദ്ദേശിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ സീബ്ര ബ്ലൈൻഡ്സിനെ പറ്റി കേട്ടു, എന്നാൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണം എന്നുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. സീബ്ര ബ്ലൈൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഇങ്ങനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാവും. കാരണം ഇങ്ങനെ സീബ്ര എന്ന മൃഗത്തിൻ്റെ മേത്തുള്ള വര പോലെ ഇങ്ങനെ വെള്ള വര, കറുത്ത വര, അങ്ങനെയുള്ള ലൈൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ സീബ്ര ബ്ലൈൻഡ്സ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ആക്ച്വൽ പേര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് ബ്ലൈൻഡ്സ് എന്ന് ഇതിനെ വിളിക്കാം. കാരണം ഫുള്ളായിട്ട് അടച്ചിടുന്ന സമയത്ത് രാത്രി പോലെ ഇരുട്ടാവുകയും കുറച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ നെറ്റ് ഉള്ള ഭാഗത്ത് കൂടി ലൈറ്റ് വരികയും ചെയ്യുന്നതുകൊണ്ട് അതിന് ഡേ ആൻഡ് നൈറ്റ് ബ്ലൈൻഡ്സ് എന്ന് വിളിക്കുന്നവരുണ്ട്. പിന്നെ സിംഫണി ബ്ലൈൻഡ്സ് എന്ന് വിളിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ സീബ്ര ബ്ലൈൻഡ്സ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. സൗത്ത് ഏഷ്യൻ കൺട്രീസിലാട്ടോ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഏഷ്യൻ കൺട്രീസിലാണ്, അതായത് വെസ്റ്റേൺ കൺട്രീസിനെ അപേക്ഷിച്ച് ഏഷ്യൻ കൺട്രീസിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മുറിയിലേക്ക് ബ്ലൈൻഡ്സ് ചെയ്താലും ബ്ലൈൻഡ്സ് ഇട്ടാലും കുറച്ചുകൂടി വെട്ടം കൂടുതൽ വരണം. അതുകൊണ്ടാണ് ബ്ലൈൻഡ്സ് എല്ലാവരും സീബ്ര ബ്ലൈൻഡ്സ് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നത്. എനിക്ക് ഇപ്പോൾ വർക്ക് ഉണ്ടെങ്കിൽ, ബ്ലൈൻഡ്സിൻ്റെ വർക്ക് തരുവാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വർക്കും സീബ്ര ബ്ലൈൻഡ്സിൻ്റെയാണ്. എന്തൊക്കെയാണ് ഒരു സീബ്ര ബ്ലൈൻഡ്സിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മെറ്റീരിയൽ, ഒരു തുണി, ഇപ്പോൾ നമ്മളൊരു ഡബിൾ മുണ്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു 2 ലെയർ ഉണ്ടാകും തുണി. ആദ്യം ഒരു മെറ്റീരിയൽ, അതേ മെറ്റീരിയലിൽ തന്നെ ഒരു താഴെ ഒരു വെയിറ്റ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടി വീണ്ടും അതേ ലെയർ തന്നെ വരും. അപ്പോൾ ഇങ്ങനെ കുറച്ച്, എന്നിട്ട് അതിലൊരു പുള്ളി സിസ്റ്റം ഉണ്ടാകും. പിന്നെ ഇതെല്ലാം കയറി റോളായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പെൽമെറ്റ് ഉണ്ടാകും. മുകളിൽ വരുന്ന ബോക്സാണ്, അതിന് പെൽമെറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ പെൽമെറ്റിനകത്തേക്ക് ഇത് ഫുള്ളായിട്ട് റോളായിട്ടിരിക്കും. ഇനി ഒരുപാട് നാളത്തേക്ക് നമുക്ക് ബ്ലൈൻഡ്സ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഉയർത്തി ആ പെൽമെറ്റിനുള്ളിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൊടി വരികയോ അങ്ങനെയുള്ള ഡാമേജസ് ഉണ്ടാവുകയോ അതൊക്കെ കുറവായിരിക്കും. കാരണം ഒന്നും എക്സ്പോസ്ഡ് അല്ല, ഫുൾ അതിൽ പൊടി വന്നിരിക്കും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഹെൽമെറ്റിന് മുകളിലായിട്ട് യൂഷ്വലി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് ഉണ്ടാവും. യൂഷ്വലി ഫിക്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ജനലിന് വേണ്ടി കസ്റ്റമായിട്ടാണ് ഇത് മെയ്ക്ക് ചെയ്യുന്നത് തന്നെ. നമ്മൾ അളവെടുത്തുകൊണ്ട് വന്നിട്ട് മെയ്ക്ക് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത് ജനലാണ് ആ ജനൽ നോക്കിയിട്ട് മെഷർമെൻ്റ് എടുത്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റ് ആണ്. അപ്പോൾ ആ ജനലിന് സെൻറ്റിമീറ്ററിലാണ് മെഷർമെൻ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ മില്ലിമീറ്ററിലാണ് എടുക്കുന്നത്. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ആ ജനലിന് വേണ്ടിയുള്ള അളവെടുക്കുന്നത്. വേറെയുള്ളൊരു കാര്യം, സീബ്ര ബ്ലൈൻഡ്സ് ഹൊറിസോണ്ടൽ ബ്ലൈൻഡ് ആണ്. വെർട്ടിക്കൽ ബ്ലൈൻഡ് നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഓഫീസിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഇങ്ങനെ ലൈനായിട്ട് ലീഫ് പോലെ കിടക്കുന്നതാണ് വെർട്ടിക്കൽ ബ്ലൈൻഡ്. പക്ഷേ ഇത് ഹൊറിസോണ്ടൽ ബ്ലൈൻഡ് ആണ്. അതുപോലെ തന്നെ ഇന്റീരിയർ ആണ് സീബ്ര ബ്ലൈൻഡ്സ് യൂസ് ചെയ്യുന്നത്. എക്സ്റ്റീരിയറിൽ സീബ്ര ബ്ലൈൻഡ്സ് യൂസ് ചെയ്യാറില്ല. അതിന് വേണ്ടി വേറെ ബ്ലൈൻഡ്സ് ഉണ്ടല്ലോ. PVC ബ്ലൈൻഡ്സ് ഉണ്ട്, മൺസൂൺ ബ്ലൈൻഡ്സ് ഉണ്ട്, ബാംബു ബ്ലൈൻഡ്സ് ഉണ്ട്. ഇപ്പോൾ സീബ്ര ബ്ലൈൻഡ്സ് കൂടാതെ റോളർ ബ്ലൈൻഡ്സ് ഉണ്ട്, റോമൻ ബ്ലൈൻഡ്സ് ഉണ്ട്, വുഡൻ ബ്ലൈൻഡ്സ് ഉണ്ട്, വെനീഷ്യൻ ബ്ലൈൻഡ്സ് ഉണ്ട്, വെർമൻ ബ്ലൈൻഡ്സ് ഉണ്ട്. പിന്നെ കർട്ടൻസിന്റെ പല ടൈപ്സ് ഉണ്ട്. ഇതിൽപ്പെട്ട ഒരു ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചെയ്യുന്ന ടൈപ്പ് ബ്ലൈൻഡ് ആണ് സീബ്ര ബ്ലൈൻഡ്. പിന്നെ മെറ്റീരിയൽ സിന്തറ്റിക് മെറ്റീരിയലാണ്. എക്സാക്ട് മെറ്റീരിയൽ എപ്പോഴും ആ ബ്ലൈൻഡ്സ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കുറേ മെറ്റീരിയൽസ് പോളിസ്റ്ററിൽ മേക്കിംഗ് ആണ്. പിന്നെ അങ്ങനെ പല ടൈപ്പ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് സിന്തറ്റിക് മെറ്റീരിയൽ എന്നാണ് പറയുക. യൂഷ്വലി കൊറിയൻ സിന്തറ്റിക് എന്നാണ് ഇതിനെ പറയാം. കൊറിയയിൽ നിന്ന് മേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കൊറിയൻ സിന്തറ്റിക് എന്ന് പേര് വന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത്. പക്ഷേ ബ്ലൈൻഡ്സ് നമുക്ക് പല രാജ്യങ്ങളിൽ നിന്ന് മേക്ക് ചെയ്തത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പം ഏത് രാജ്യം ആണെന്നുള്ളതല്ല കേട്ടോ. ചൈനീസ് വരുന്നുണ്ട്, കൊറിയൻ വരുന്നുണ്ട്. അപ്പോൾ ഏത് രാജ്യം എന്നുള്ളതല്ല നോക്കേണ്ടത്, മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഐഫോണിലാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റ്സിൽ വരെ ചൈനീസ് ആണല്ലോ. അപ്പോൾ ഒരിക്കലും ക്വാളിറ്റിയും അത് മേക്ക് ചെയ്ത കൺട്രിയും തമ്മിലില്ല. നമ്മൾ അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നോക്കുക. ക്വാളിറ്റി അനുസരിച്ച് ആണ് ഇപ്പോൾ ഇതിന് പല റേറ്റ് ഇട്ടിട്ടുണ്ടാവും. പല റേറ്റിന് ഈ മെറ്റീരിയൽ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് പറയുന്നത് സ്ക്വയർ ഫീറ്റിനാണ്.
ഇങ്ങനെ 100 രൂപ, 135 രൂപ, 120, 160, 175, 185, പിന്നെ 200, 235, 265, അങ്ങനെ 300 ആ ഒരു റേഞ്ചിൽ വരെ നല്ല ഡിഫറെൻറ്റ് റേറ്റ്, പിന്നെ കൂടുന്ന റേറ്റിൽ പല ക്വാളിറ്റിയിൽ മെറ്റീരിയൽ അവൈലബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ആ മെറ്റീരിയൽ അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് വരിക. അതിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. മെറ്റീരിയലിൻ്റെ തിക്നെസ് നോക്കാൻ പറ്റും, അതിൻ്റെ നെറ്റിൻ്റെ ഫൈൻനെസ് നോക്കാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് തന്നെ ഒരു കസ്റ്റമറിന് തന്നെ കണ്ടാൽ മനസ്സിലാകും. കുറേയൊക്കെ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ചെയ്യുന്ന ആൾ, ഇപ്പോൾ ഞാനാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ അത് ഇന്ന കാരണം കൊണ്ടാണെന്നുള്ളത് പറയാൻ പറ്റും. ബ്ലൈൻഡ്സ് ഇടുന്ന ഹൈറ്റ് വിഡ്ത്ത് മാക്സിമം ഒരു ബ്ലൈൻഡ് നമുക്ക് 3 മീറ്റർ വരെ വിഡ്ത്തും 3 മീറ്റർ വരെ ഹൈറ്റും നമുക്ക് യൂഷ്വലി ചെയ്യാൻ പറ്റും. ഇത്രയാണ് പൊതുവെ ചെയ്യുന്നത് ഒരു ബ്ലൈൻഡ്സ് വെച്ച്. അപ്പോൾ ഒരു വലിയ സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾ 2 ബ്ലൈൻഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. സീബ്ര ബ്ലൈൻഡ്സിൻ്റെ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ 3 പാളി ജനലാണെങ്കിൽ ഒരു 140 to 150 സെൻറ്റിമീറ്റർ ആയിരിക്കും വീതി. ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 135 സെൻറ്റിമീറ്റർ ഒക്കെ ആയിരിക്കും ഹൈറ്റ്. സാധാരണ ഫ്രഞ്ച് വിൻഡോ അല്ല, സാധാരണ വിൻഡോ. അപ്പോൾ 3 പാളി വരുമല്ലോ. 3 പാളിയിൽ ഒരു പാളി ഏകദേശം ഒരു 7.25 സ്ക്വയർ ഫീറ്റ് ആണ് വരിക. അപ്പോൾ 3 പാളി 21 22 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ഒരു സാധാരണ 3 പാളി വരെ. ഫ്രഞ്ച് വിൻഡോ ആണെങ്കിൽ 9 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ഫ്രഞ്ച് വിൻഡോ വരിക, അതായത് ഒരു പാളി. പിന്നെ ബ്ലൈൻഡ്സിൽ ഡിം ഔട്ട് ടൈപ്പ് ബ്ലൈൻഡ് ഉണ്ട്, ബ്ലാക്ക് ഔട്ട് ടൈപ്പ് ബ്ലൈൻഡ് ഉണ്ട്. നമ്മൾ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇപ്പോൾ ഒരു തുണിയിലൊക്കെ നമുക്കൊരു ലൈറ്റ് ചെറിയ രീതിയിൽ കാണില്ലേ സൂര്യപ്രകാശം അടിക്കുമ്പോൾ, അങ്ങനെ കാണുന്ന ടൈപ്പിനെയാണ് ട്രാൻസ്ലൂസൻറ്റ് ബ്ലൈൻഡ് അല്ലെങ്കിൽ ഡിം ഔട്ട് ബ്ലൈൻഡ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ വെട്ടം അകത്തേക്ക് വരാതെ വളരെ കുറച്ച് മാത്രം വെട്ടം അകത്തേക്ക് വരുന്നതാണെങ്കിൽ, വളരെ കുറവെന്ന് വെച്ചാൽ മൈന്യൂട്ടായിട്ടുള്ളത്, അതാണെങ്കിൽ അതിനെ ബ്ലാക്ക് ഔട്ട് എന്ന് പറയും. നമുക്ക് ഒരു മുറി പകൽ കിടന്ന് ഉറങ്ങുന്ന അല്ലെങ്കിൽ റൈറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ പകൽ ഉറങ്ങുന്നതാണ്, ആ മുറി ഫുള്ളായിട്ട് ഇരുട്ടാക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബ്ലാക്ക് ഔട്ടാണ് ചെയ്യുന്നത്. അല്ലാത്ത സ്ഥലത്ത് ബ്ലാക്ക് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ബ്ലാക്ക് ഔട്ട് ബ്ലൈൻഡ്സിന് പൊതുവേ ഡിം ഔട്ട് ബ്ലൈൻഡിനേക്കാളും കുറച്ചുകൂടി റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ ബ്ലൈൻഡ്സ് നമ്മൾ കൈവച്ച് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ നൈലോൺ ത്രെഡ് നമുക്ക് ഇപ്പോൾ എത്ര ഹൈറ്റ് ആണെങ്കിലും അതനുസരിച്ച് നൈലോൺ ത്രെഡ് താഴത്തേക്ക് നീട്ടിയിട്ടാൽ മതി. അതനുസരിച്ചിട്ട് അത് പല ഹൈറ്റിലുള്ളത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പൊട്ടിപ്പോകുക അങ്ങനത്തുള്ള പേടി വേണ്ട. ഇനി ഇപ്പോൾ എൻ്റെ ഒരു സർവീസ് ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ വിറ്റ ബ്ലൈൻഡാണ്, നിങ്ങൾക്ക് അതിൻ്റെ വള്ളി പൊട്ടിപ്പോയാലും നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് തന്നെ അത് മാറ്റിത്തരും. കാരണം ഇപ്പോൾ കുട്ടികളെ എന്തെങ്കിലും കത്രിക വെച്ച് മുറിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും പറ്റുക, അത് ഓർത്ത് പേടിക്കേണ്ട. അത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂഷ്വലി വളരെ എന്തെങ്കിലും കൂടുതൽ എക്സ്ട്രാ എഫേർട്ടോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രമേ അതിന് ചെറിയൊരു ചാർജ് വരുള്ളൂ, അല്ലെങ്കിൽ മാറ്റിത്തരും. കാരണം മറ്റേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഇത് വേണ്ടെന്ന് പറയാൻ ഓൾറെഡി അത് ഇടുമ്പോൾ എക്സ്ട്രാ പൈസ വരും. അത് അത്രയും തിക്കായിട്ടുള്ള അതിന് മെറ്റീരിയലിന് റേറ്റ് കൂടുതലാണ്. പിന്നെ അതിന് തുരുമ്പ് വരാനും സാധ്യതയുണ്ട്. ചില ക്വാളിറ്റിയിലുള്ളതിനൊക്കെ തുരുമ്പ് വരുന്നുണ്ട്. ഇതാകുമ്പോൾ തുരുമ്പില്ല, നല്ല ഗ്രിപ്പുണ്ട്. ഞങ്ങൾ വലിയ ബ്ലൈൻഡ്സ് വരെ, അതായത് 3 മീറ്റർ വിഡ്ത്തും 3 മീറ്റർ ഹൈറ്റും വരെയുള്ള ബ്ലൈൻഡ്സ് വരെ സെയിം നൈലോൺ ത്രെഡിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അത് തന്നെ യൂസ് ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും ശരി, വേറെ ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും ശരി, സർവീസ് നൽകുന്ന കമ്പനി ആയിരിക്കണം. സീബ്ര ബ്ലൈൻഡ്സ്, റോളർ ബ്ലൈൻഡ്സ്, അങ്ങനെയുള്ള ബ്ലൈൻഡ്സിനൊക്കെ നമുക്ക് മെയിൻ്റനൻസും സർവീസൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെയ്ത് നല്ല ലൈഫ് കിട്ടുന്ന ബ്ലൈൻഡാണ്. ഒരു 6 to 7 years ഒക്കെയാണ് ഒരു സീബ്ര ബ്ലൈൻഡ്സിന് പറയുന്ന ലൈഫ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നാൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് ഒരു 2010 ചെയ്ത ഒരു വീട്ടിൽ ഈ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. 2010-11 ടൈമിൽ ചെയ്തത്. ഇപ്പോഴും അവർ നല്ല അടിപൊളിയായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പോഴും നമ്മുടെ നമ്പർ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്കത് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ ബ്ലൈൻഡ്സിൻ്റെ ക്ലീനിങ്, സീബ്ര ബ്ലൈൻഡ്സ് നല്ല ക്വാളിറ്റി ഉള്ള ബ്ലൈൻഡ്സ് നല്ല ഈസി തന്നെ ക്ലീൻ ചെയ്യാം. മെയിൻ്റനൻസ് വളരെ കുറവായിട്ടുള്ളതാണ്, ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിട്ടുള്ളതാണ്. ഏറ്റവും നല്ല രീതിയിൽ പൊടി പിടിച്ച് പോയാൽ പോലും അത് നമുക്ക് പുറത്ത് എടുത്തുകൊണ്ട് വന്നിട്ട് ഷാംപൂ വാഷ് ചെയ്ത് ഉണക്കിയെടുക്കാവുന്നതാണ്. പിന്നെ നനഞ്ഞ തുണിക്ക് തുടക്കാൻ പറ്റും, നനഞ്ഞ ഒരു സ്പോഞ്ചിന് തുടക്കാൻ പറ്റും, ടിഷ്യൂവിന് തുടക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു വീട് ക്ലീൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഒരു ചൂലെടുത്ത് ഇങ്ങനെ അടിച്ചടിച്ച് പോകും, അപ്പോൾ ബ്ലൈൻഡ്സ് കിടപ്പുണ്ടാവും. നമ്മുടെ കയ്യിലൊരു തോർത്തുണ്ടെങ്കിൽ 2 തട്ട് തട്ടിയാൽ മതി, അതിൽ എന്തെങ്കിലും പൊടി ഇരിപ്പുണ്ടെങ്കിൽ പൊക്കോളും. പിന്നെ പെൽമെറ്റിലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കും. അപ്പോൾ നമുക്കത് ഒരു തുണി വെച്ച് ആ പ്ലാസ്റ്റിക്കിലൊന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ പെൽമെറ്റിലുള്ള പൊടിയെല്ലാം അതിലോട്ട് വരും. അങ്ങനെ പല രീതിയിലുള്ള ക്ലീനിങ് പറ്റും. ഇനിയിപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള കറയായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷൻ അവിടെ മാത്രം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ വരും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വളരെ നല്ല ലൈഫ് കിട്ടുന്ന ബ്ലൈൻഡാണ്.
പിന്നെ നമ്മളെപ്പോലെ സൈറ്റിൽ വരുമ്പോൾ ആ സ്ഥലത്തിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഈ ബ്ലൈൻഡ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുക യൂഷ്വലി. ഇന്ന സ്ഥലത്ത് ഏത് ബ്ലൈൻഡ് ആയിരിക്കും ബെസ്റ്റ്, ഇന്നടത്ത് ചെയ്താൽ ഹെവി ആയിരിക്കുമോ, അങ്ങനെയുള്ള ഒരു കണ്ടിന്യൂസ് ക്ലയൻറ്റ് റിലേഷൻ വേണ്ട ഒരു ജോബാണ്. ഇനി നല്ല ഹൈറ്റിലുള്ള സ്ഥലമാണെങ്കിൽ ഇപ്പോൾ സ്റ്റെയറിൻ്റെ മുകളിലുള്ള വിൻഡോ അത് നമുക്ക് എപ്പോഴും കൈ എത്താത്ത സ്ഥലത്താണ്. പിന്നെ ഡബിൾ സ്റ്റോർഡ് ആയിട്ട് ചെയ്യുമല്ലോ, അതായത് ലിവിങ് നല്ല ഹൈറ്റിൽ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടെ മുകളിൽ വിൻഡോസ് ഉണ്ടാകും. പിന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ഒരു പ്രീമിയം ലുക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് റിമോട്ട് കൺട്രോൾഡ് ആക്കാൻ പറ്റും. അതായത് എത്ര ഹൈറ്റുള്ള സ്ഥലമാണെങ്കിലും അത് വീട് പണിയുന്ന സമയത്ത് തന്നെ അതിൽ ഇതിടണം, വയറിങ് ചെയ്യണം. അതായത് ആ ഒരു വിൻഡോയുടെ ഏതെങ്കിലും റൈറ്റ് കോർണറിലേക്കോ ലെഫ്റ്റ് കോർണറിലേക്കോ വിൻഡോ പോക്കറ്റിനകത്തായിട്ട്, അതായത് കട്ടിലേക്ക് അടുത്തായിട്ട് തന്നെ ഒരു 2 ഫേസ് ലൈൻ വലിച്ചിടണം. ഒരു മെത്തേഡ് അങ്ങനെയാണ് കേട്ടോ. ഒരു 6 ജനലിൽ തന്നെ 6 ബ്ലൈൻഡ്സ് തന്നെ ഒറ്റ റിമോട്ട് വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ റിമോട്ടിനും മോട്ടറിനും എല്ലാം റേറ്റ് കുറഞ്ഞു വരുന്ന സമയമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് ഓരോ വർഷം കഴിയുന്നതോടും പുതിയ പ്രോഡക്ട്സും പുതിയ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഒക്കെ വരുന്നതുകൊണ്ട് അതിന് റേറ്റ് കുറയുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്കും റേറ്റ് കുറയും. ഇനി അങ്ങോട്ടേക്കും ഒരുപാട് പേര് വീട്ടിലേക്ക് സ്മാർട്ട് ബ്ലൈൻഡ്സ് യൂസ് ചെയ്യും. മൊബൈൽ വെച്ചും ഇത് റിമോട്ട് വെച്ചൊക്കെ കൺട്രോൾ ചെയ്യുന്ന ബ്ലൈൻഡ്സ് യൂസ് ചെയ്യും. പിന്നെ വേറെ കാര്യങ്ങൾ, പ്രധാനമായിട്ടുള്ള ക്ലീനിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എളുപ്പമാണ്. മെയിൻ്റനൻസ് എളുപ്പമാണ്. അപ്പോൾ സീബ്ര ബ്ലൈൻഡ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്തേക്കുന്ന ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒരുപാട് സൈറ്റിലെ വീഡിയോസ് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി നിങ്ങളുടെ വീടിന് ചേരുന്ന ടൈപ്പ് സെലക്ട് ചെയ്യാം. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ബ്ലൈൻഡ്സ് ചെയ്തേക്കുന്നത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ടൈപ്പാണ് പുതിയതായിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എന്നെ കോൺടാക്റ്റ് ചെയ്ത് ഞാൻ നിങ്ങളുടെ വർക്ക് ചെയ്യണതായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ അത് ചെറിയ വർക്ക് ആയിക്കോട്ടെ, അത്യാവശ്യം വലിയ വർക്ക് ആയിക്കോട്ടെ, എന്നെക്കൊണ്ട് പറ്റുന്ന വർക്കൊക്കെ ആണെങ്കിൽ എല്ലാ ജില്ലയിലും എവിടെയാണെങ്കിലും വന്ന് ചെയ്തു തരാൻ സന്തോഷമേ ഉള്ളൂ. എല്ലായിടത്തും ചെയ്യുന്നുണ്ട്, കുറേ നാളുകളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.